ഹായ് ഹലോ നമസ്കാരം. സജീന വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിവ് പോലെ തന്നെ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതല്ല ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ആ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യുക. ഞാൻ ഇങ്ങനെ തന്നെ എല്ലാ വീഡിയോയുടെ ഫസ്റ്റിലും ഇൻട്രൊഡക്ഷൻ പറയൂ. ഞാനത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ പറയുന്നതിൽ തനിക്ക് നാണമില്ലേ? ഒരാളെടുത്ത് പറഞ്ഞാണോ ലൈക്കും കമൻറ്റും ഷെയറും ഇടിയിക്കുന്നത്? അവരവർക്ക് ഇഷ്ടമുണ്ടെങ്കിലല്ലേ ഫോളോ ചെയ്യൂ എന്ന്. ആ പറയുന്ന വ്യക്തികളോട് എനിക്ക് പറയാനുള്ളത്, ഞാനിടുന്ന വീഡിയോ എനിക്ക് കമൻറ്റും ഷെയറും വേണമെന്ന് ഞാനല്ലാതെ അപ്പുറത്തെ വീട്ടിലെ അമ്മയെ കൊണ്ടൊന്ന് പറയിക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് എത്ര വീഡിയോ ഇട്ടാലും ഏത് വീഡിയോ ഇട്ടാലും ആദ്യം ഞാൻ ഇങ്ങനെ തന്നെ പറയും, ഇഷ്ടമുള്ള ചേട്ടന്മാരും ചേച്ചിമാരും കേട്ടാൽ മതി. ഓക്കെ. അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ ഇടാൻ വന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഈ 2 ദിവസം കൊണ്ട് ബിഗ് ബോസിനകത്ത് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇന്നലെ എനിക്ക് 2 വീഡിയോ ഇടേണ്ടുന്ന ഒരു അവസ്ഥ വന്നതുകൊണ്ടാണ് ഈ ബിഗ് ബോസിലെ പ്രശ്നത്തിന് ഒരു റിയാക്ഷൻ വീഡിയോ ഇടാൻ പറ്റാതെ പോയത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അക്ബർ എന്ന് പറഞ്ഞ ഒരു കണ്ടസ്റ്റൻസ് ഇന്നലെ ബിഗ് ബോസ് ഒരു ലെറ്റർ കൊടുത്ത് അതിനകത്ത് എഴുതിയിരുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു കണ്ടസ്റ്റൻസിനെയും ഇഷ്ടമില്ലാത്തൊരു കണ്ടസ്റ്റൻസിനെയും തിരഞ്ഞെടുക്കാം, എന്നിട്ട് അവർക്ക് ഒരു ഓമന പേര് നൽകണം. ആ പേരായിരിക്കും പിന്നെ ഇവരെ വിളിക്കുന്നത് എന്നുമാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഓരോരുത്തർ വന്ന് ഓരോരുത്തരെ വിളിച്ച് ഇഷ്ടമുള്ള ഇന്ന ആളാണ്, ഇഷ്ടമില്ലാത്ത ഇന്ന ആളാണ് എന്ന് പറഞ്ഞ് പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമൻറ്റ് ചെയ്ത്. അപ്പോൾ ഈ അക്ബർ എന്ന് പറയുന്നവൻ, അതായത് അക്ബർ വന്നിട്ട് അവൻ ഇഷ്ടമുള്ള ഒരാളെ പറഞ്ഞ് അതിനൊരു പേര് കൊടുത്തിട്ട്, ഇഷ്ടമില്ലാത്തത് രേണു സുധിയാണെന്ന് പറഞ്ഞ് വിളിച്ചടുത്ത് നിർത്തിയിട്ട് അവക്കിട്ട പേര് സെപ്റ്റിക് ടാങ്കാണ്. ആ പേരിനോട് നിങ്ങൾ ആരെങ്കിലും യോജിക്കുന്നുണ്ടോ? ഇല്ല. കുറേ നെഗറ്റീവ് കമൻറ്റ്സ് വന്നിട്ടുണ്ട്. ആരും പ്രതികരിക്കുന്നില്ല. അതിനെ ശക്തമായിട്ട് തന്നെ എല്ലാവരും വിമർശിച്ചിട്ടുണ്ട്. ഇത് രേണുസുതി അല്ല, വേറൊരു കണ്ടസ്റ്റൻസിനെയാണ് പറഞ്ഞതെങ്കിൽ പോലും അംഗീകരിക്കാൻ പറ്റുന്നതല്ലത്. കാരണം അത്രയ്ക്ക് നീചവും അത്രയ്ക്ക് വൃത്തികെട്ടതുമായ ഒരു പേരാണ് അവർക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവനെക്കുറിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, 2 പോകാൻ മുട്ടി നിൽക്കുന്ന മുട്ടനാടിൻ്റെ ഫേസുള്ള ചേട്ടനാണ് ഈ അക്ബർ. എങ്ങനെ? 2 പോകാൻ മുട്ടി നിൽക്കുന്ന മുട്ടനാടിൻ്റെ മൂഞ്ചിയുള്ള, മനസ്സിലായ? മുട്ടനാടിൻ്റെ മൂഞ്ചിയുള്ള ചേട്ടനാണ് രേണു സുധിയെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചത്. അപ്പോൾ ഞാൻ പറയുന്നത്, ഓക്കെ, രേണു സുധി സെപ്റ്റിക് ടാങ്ക്. അപ്പോൾ ഇവനാരാ? കക്കൂസ്. ഈ കക്കൂസ് ഉണ്ടെങ്കിൽ മാത്രമല്ലേ സെപ്റ്റിക് ടാങ്കിലോട്ട് കാര്യങ്ങൾ ചെല്ലത്തുള്ളൂ. അപ്പോൾ മെയിൻ ആരാ? കക്കൂസ്. അപ്പോൾ അവൻ്റെ പേര് കക്കൂസ്. ഈ പേരിനോട് ആരൊക്കെ യോജിക്കുന്നുണ്ടെന്നുള്ളത് എനിക്ക് റിപ്ലൈ തരണം. ഓക്കെ. മനസ്സിലായില്ലേ പറഞ്ഞത്? കക്കൂസിനകത്ത് ഇടുന്ന സാധനമാണല്ലോ സെപ്റ്റിക് ടാങ്കിലോട്ട് പോകുന്നത്. അപ്പോൾ സെപ്റ്റിക് ടാങ്കിൻ്റെ താങ്ങും തണലുമായിട്ട് നിൽക്കേണ്ടുന്നത് ആരാണ്? കക്കൂസ്. അപ്പോൾ അക്ബറിന് ചേരുന്ന പേരാണ് കക്കൂസ്. പിന്നെ അതിൻ്റെ തലേ ദിവസം അവിടെ നടക്കുന്ന ഒരു പെണ്ണനുണ്ടല്ലോ, വിനീതെന്ന് പറയുന്ന ഒരുത്ത്, അവൻ രേണു സുധി എടുത്ത് പറയുന്നു, നിന്റെ മോന്ത കണ്ട ഭിത്തി പിടിച്ചിട്ട് ഉരയ്ക്കാൻ തോന്നും, ഡാക്കിനിന്നൊക്കെ. ഡാക്കിനിന്നും പല്ലിന്നും ഓന്തെന്നൊക്കെ അവൾ ഇവിടെ നിന്ന് അധികം കേട്ടിട്ട് പോയി. അവൾ അത്രത്തോളം മനക്കെട്ടിയായിട്ട് തന്നെ പോയിരിക്കുന്നത്. പക്ഷേ അവളെ മോന്ത കാണുമ്പോൾ പിടിച്ചിട്ട് ഉരയ്ക്കണം എന്ന് പറഞ്ഞവൻ്റെ അവസ്ഥ എന്താ? അതാ കിടക്കും തരികിടെ തോന്നും ആന്ന്. അപ്പം ഈ കുറ്റങ്ങളുള്ളവരാണ് മറ്റുള്ളവരെ കുറ്റങ്ങൾ പറയുന്നതെന്നുള്ളതാണ് ഏറ്റവും വലിയ വിറ്റ്. ഞാൻ പറഞ്ഞല്ലോ, ഒരാളെ നമ്മൾ എന്തെങ്കിലും പറയാൻ പോകുന്നതിന് മുമ്പ് ഞാനതിന് അർഹയാണോ എന്നൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണെന്ന് ഞാൻ എത്ര വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഒട്ടും അർഹതയില്ലാത്തവരൊക്കെയാണ് മറ്റുള്ളവരെ കയറി ഉണ്ടാക്കാൻ ചെല്ലുന്നത്. എന്നിട്ട് അതിനിടയ്ക്ക് ഷാരി കയറി സ്കോർ ചെയ്യാൻ നോക്കി. ഇത് സ്കിറ്റാണെന്ന് ഇവർ തമ്മിൽ കളിക്കുന്ന. രേണു സുധി ആട്ടി, നല്ല വൃത്തിയാണ് ഇവൻ ആട്ടി. അവിടെ തിരിച്ച് 2 ആട്ടി. അത് കഴിഞ്ഞാൽ പറഞ്ഞത്, നിന്റെ മോന്ത കണ്ടാൽ ഭിത്തി പിടിച്ചിട്ട് ഉരയ്ക്കാൻ തോന്നുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞു, ഉരയ്ക്കടാ, ചുണയുണ്ടെങ്കിൽ ഉരയ്ക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് രേണു സുധി ഫയർ ചെയ്ത് അടുത്ത് ചെന്ന്. അപ്പം സരികയാണ് വന്നിട്ട് പറയുന്നത് ഇത് സ്ക്രിപ്റ്റാണെന്ന്. അപ്പോൾ രേണു സുധി ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങളുടെ മോന്ത കണ്ടിട്ട് കാർക്കിച്ച് തുപ്പുകയും നിങ്ങളുടെ ഡാക്കിനെ കണക്കിരിക്കുന്നു, നിങ്ങളുടെ മോന്ത പിടിച്ച് ഭിത്തിയിൽ ഉരയ്ക്കണമെന്ന് പറഞ്ഞാൽ എന്തോ ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ അത് ഞാൻ പ്രതികരിക്കും. എന്താ, അവൾക്ക് മാത്രമേ പ്രതികരണ ശേഷിയുള്ളൂ. അപ്പം പ്രതികരിക്കുമെന്ന് പറഞ്ഞപ്പം ഉടനെ രേണുവിൻ്റെ മറുപടി കേട്ടായിരുന്ന, പിന്നെ അത് തന്നെ ഞാനും ചെയ്തു, അല്ലാതെ ഇവിടെ സ്കിറ്റ് കളിച്ചുകൊണ്ടിരിക്കുമല്ലായിരുന്നെന്ന്. അങ്ങനെ
സത്യത്തിൽ ആ ആ എല്ലാ ഒരുമാതിരിയുള്ള അവഗണനയും അപമാനവും ഒരു സ്ത്രീക്ക് ഏൽക്കുന്നത് വളരെ വളരെ ശോചനീയമാണ്, വളരെ ശോചനീയ അവസ്ഥയാണ്. ഒരു ബോഡി ഷേമിംഗ് എന്ന് പറഞ്ഞാൽ ഇത്രത്തോളം അനുഭവിച്ചുള്ള ഒരു വ്യക്തിയെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ലൈഫിൽ ഞാൻ കേട്ടിട്ടില്ല. ഇവളായിട്ടാണ് ഇതൊന്നും പ്രതികരിക്കാതെ ഇങ്ങനെ ഇരിക്കുന്നത്. ഈ പറഞ്ഞവന്മാരുടെ ഒക്കെ പേർക്ക് പിന്നെ ബോഡി ഷേമിങ്ങിന് കേസ് കൊടുത്ത് ഇവന്മാരെല്ലാം അകത്താ. എന്നിട്ടാണ് ഇത്രയും വലിയൊരു ഫ്ലോറിൽ ഇത്രയും വലിയൊരു റിയാലിറ്റി ഷോയിൽ വന്നിട്ട് ഒരുത്തൻ സെപ്റ്റി ടാങ്ക് എന്ന് വിളിക്കുന്നത്. അവൻ്റെ മോന്ത കണ്ട, ഞാൻ പറഞ്ഞല്ലേ, രണ്ടിന് പോകാൻ മുട്ടി നിൽക്കുന്ന മുട്ടനാടിൻ്റെ മൂഞ്ചിയും വെച്ചോണ്ടാണ് രേണുസുധയെ സെപ്റ്റിക് ടാങ്ക് എന്നാണ് വിളിച്ചത്. ആ കക്കൂസ്. ഇതിന് എതിരെ ശക്തമായ രീതിയിൽ എല്ലാവരും പ്രതികരിക്കണം. കാരണം ഇത് ഒന്നുകിൽ ലാലേട്ടൻ വന്ന് ഇതിന് ഒരു ആക്ഷൻ എടുക്കണം, എടുത്തേ പറ്റത്തുള്ളൂ. കാരണം ഇനി മേലിൽ ഒരു മനുഷ്യരെ ഇങ്ങനെ പറയാൻ പാടില്ല. അപ്പം എല്ലാവരും ഞാൻ ഇന്നലെ ഈ വീഡിയോ ഒന്നാമതായിട്ട് ഇടാത്ത കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എനിക്ക് ചെറിയൊരു വർക്ക് ഉണ്ടായിരുന്നു, 24/7 കാണാൻ പറ്റില്ല. അപ്പോൾ ഇതിനകത്ത് 2-3 ടൈപ്പ് വീഡിയോകളാണ്, വ്ളോഗാണ് ഓരോ വന്നുകൊണ്ടിരുന്നത്. അതായത് രേണുസുധി വേട്ടപ്പട്ടി എന്ന് വിളിച്ചിട്ടല്ലേ അവൻ പറഞ്ഞിരുന്നു. പക്ഷേ അല്ല, ആദ്യമേ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചത് അവനാണ്. ഈ വേട്ടപ്പട്ടി ഒരു വൃത്തികെട്ട വാക്കല്ല. വേട്ടപ്പട്ടി എന്ന് പറഞ്ഞത് ഒരാളെ വേട്ടയാടി പിടിക്കുക എന്നുള്ളതാണ് വേട്ടപ്പട്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെപ്റ്റി ടാങ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സെപ്റ്റി ടാങ്ക് എന്ന് പറയുന്ന ഒരു സംഗതി കൊണ്ട് ആൾക്കാർ ഉദ്ദേശിക്കുന്ന ഈ ലോകത്തെ ഏറ്റവും വലിയ വേസ്റ്റ്, അതായത് അത്ര വൃത്തികെട്ട ഒരു സംഗതിയാണ് സെപ്റ്റി ടാങ്ക്. അതുപോലാണ് ആ വേട്ടപ്പട്ടി എന്ത് മാന്യമായ വാക്കവൾ പറഞ്ഞത്. ഇതിനൊന്നും നമ്മൾക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. കാരണം പിന്നെ വേറൊരു കാര്യം, ഈ അക്ബർ എന്ന് പറഞ്ഞാലും ഈ വിനീത് ആ വിനീത് എന്ന് പറയുന്നവരാരും അവിടെ കിടന്ന് പൊടിക്കട്ടെ, എല്ലാവരും രേണുവിനെതിരെ ആക്രമണം കാണിക്കട്ടെ, എങ്കിൽ മാത്രമേ രേണുവിൻ്റെ ഹേറ്റേഴ്സ് കുറയത്തുള്ളൂ. ഇപ്പം ഈ പുറത്തുള്ള ഈ ഒരു സംഭവത്തിൽ തന്നെ എത്ര ആൾക്കാർ രേണുസുധിയുടെ പക്ഷത്തായിട്ടുണ്ട്. അവന്മാരുടെ വിചാരം ഇവിടുന്ന് അറിഞ്ഞുകൊണ്ട് ഇവന്മാർ പോയിരിക്കുന്ന ഒരു ധാരണ എന്താണെന്ന് വെച്ചാൽ, രേണുസുധിക്ക് ഇവിടെ ഭയങ്കര നെഗറ്റീവ് കമൻ്റ് അല്ലേ, അവിടെ ചെന്ന് അവക്കെതിരെ കുതിര കയറി അവക്കെതിരെ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ അങ്ങ് എല്ലാവരും അങ്ങ് അവരെ സപ്പോർട്ട് ചെയ്യും, അവർക്കുള്ള വോട്ട് കിട്ടും, അവർക്ക് പിടിച്ചു നിൽക്കുക എന്നുള്ള ധാരണയിലാണ് ഇവന്മാർ അവിടെ കിടന്ന് ഈ കോപ്രായങ്ങൾ മൊത്തം കാണിക്കുന്നത്. പക്ഷേ തെറ്റാണ് മക്കളെ നിങ്ങളുടെ ധാരണ. നിങ്ങൾ അവിടെ കിടന്ന് എന്ത് ഓരോന്ന് കാണിക്കുമ്പോഴും രേണുവിനെതിരെ കാണിക്കുമ്പോഴും അതെല്ലാം രേണുവിന് ഓരോരുത്തരുടെ മനസ്സിലുള്ള ഇഷ്ടം കൂടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ കളിക്ക് അവളെ നിങ്ങൾ പിച്ച് ചീന്ത് എവിടം വരെ പോകുമെന്ന് നമുക്ക് അറിയാം. സത്യം പറഞ്ഞാൽ ഒരു പെണ്ണെന്ന രീതിയിൽ ഭയങ്കര എന്ന് പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞു പോയി സത്യം. എന്നിട്ടും അവൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ കരയത്തില്ല, എനിക്ക് അത്ര ലോകത്തെ ഏറ്റവും വലിയ മോശം വാക്കാണ് എന്നെ ഉപയോഗിച്ചത്, ഞാൻ ഇനി കരഞ്ഞാൽ പോരെയും, അതും എൻ്റെ സ്ട്രാറ്റജിയാണ്, വോട്ട് കിട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ്, കള്ളക്കണ്ണീരാണ്, ഗ്ലിസൺ വെച്ചിട്ട് കരയാണെന്നുള്ള കുറേ ചെറ്റകൾ പറയും. പിന്നെ വേറൊരു വിറ്റെന്ന് വെച്ചാൽ ഈ സംഭവം നടന്നപ്പോൾ അത് കറക്റ്റ്, അവൾക്ക് ചേരുന്ന പേര് തന്നെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കമൻറ്റ് കണ്ട അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ പറ്റാത്ത ബ്ലോഗർമാർ ഇട്ട വീഡിയോക്കെതിരെ കുറേ അവനൊക്കെ സപ്പോർട്ട് ചെയ്ത് കുറേ കമൻറ്റുകൾ. അപ്പം എനിക്കൊന്ന് പറയാനുള്ളത്, ഈ കമൻ്റ് ഇട്ട കമൻ്റ് ഓളിച്ചുകളും എല്ലാം ഫേക്കാണ്. ഈ കമൻറ്റ് പറയാൻ വരുന്നതിനെങ്കിലും ഒരു അന്തസ് കാണിക്കണം. നിൻ്റെയൊക്കെ ഒരു പ്രൊഫൈൽ ഇട്ടിട്ട് വാ, ഫേക്കായിട്ട് ഒരു ഐഡിയ ഉണ്ടാക്കി ഒരു ചാനൽ അങ്ങോട്ട് ഉണ്ടാക്കി വെച്ചിട്ട് അതിനകത്ത് കയറി വന്നുകൊണ്ട് ഇന്ന ആളാ ഇന്നത് പറയണമെന്ന് പറഞ്ഞ് മാത്രം ഉണ്ടാക്കിക്കൊണ്ട് വരുന്നവരെയൊക്കെ ആരംഗീകരിക്കും? നിൻ്റെയൊക്കെ കമൻറ്റിന് പുല്ലുവില. നിനക്കൊക്കെ ചങ്കൂറ്റവും ചുണയും ഉണ്ടെങ്കിൽ പ്രൊഫൈൽ ഇട്. നിൻ്റെയൊക്കെ പ്രൊഫൈൽ അതിനകത്ത് ഇട്ടിട്ട് നീയൊക്കെ വന്ന് കമൻ്റ് അടി, നെഗറ്റീവ് കമൻ്റ് അടി. അല്ലാത്ത നിന്നെയൊക്കെ ഞങ്ങൾ മൈൻഡ് ചെയ്യത്തില്ല, പറഞ്ഞില്ലേ, അതിനെക്കാട്ടി ലോ ആയിട്ടേ കാണൂ. ഏത് സെപ്റ്റി ടാങ്കിനെക്കാട്ടി ലോ ആയിട്ടേ കാണൂ നിൻ്റെയൊക്കെ കമൻറ്റുകൾ. തന്നെ ഇപ്പോൾ രേണുസുധിക്ക് വന്ന നെഗറ്റീവ് കമൻറ്റുകൾ മൊത്തം ഞാൻ ഇപ്പോൾ പറയുന്നത്, നിങ്ങളതൊന്ന് എടുത്ത് നോക്ക്, ആ പ്രൊഫൈലൊന്ന് ഞെക്കി നോക്ക്. കൂടുതലും പെണ്ണുങ്ങൾക്കാണ് കടി. അത് ആ പെണ്ണുങ്ങൾ തന്നെയാണോ അതോ ഫേക്ക് ഐഡി ആണോ നമുക്കറിയത്തില്ല, ഓരോ പേര് വെച്ചിട്ടാണ് വരുന്നത്. ആ വരുന്ന നെഗറ്റീവ് കമൻറ്റിൻ്റെ അകത്ത് മൊത്തം ഒരു പ്രൊഫൈൽ എന്ന് പറയുന്ന സാധനം ഇല്ലാത്തതിൽ നിന്നാണ് ഈ നെഗറ്റീവ് കമൻറ്റുകളൊക്കെ വരുന്നത്. അപ്പോൾ ഒരു കാര്യം ഞാൻ പറയും, ഈ നെഗറ്റീവ് കമൻറ്റ് വരുമ്പോൾ നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കുക. കാരണം അവരെ മൈൻഡ് ചെയ്ത് അവർക്കൊരു വില കൊടുക്കുന്നെങ്കിൽ മാത്രം മതിയല്ലോ അവർക്കുള്ള മറുപടി നമ്മൾ കൊടുക്കേണ്ടത്. പട്ടിക്ക് സമമായിട്ട് അവരെ കണ്ടു കഴിഞ്ഞാൽ അവരവിടെ കിടന്ന് കുരയ്ക്കട്ടെ, നമ്മൾ മൈൻഡ് ചെയ്യരുത്. ചിലപ്പോൾ ആദ്യം ഒന്ന് പോട്ടി എന്ന് പറഞ്ഞൊന്ന് കല്ലെടുത്ത് തൂങ്ങുമ്പോഴത്തേക്ക് അതങ്ങ്, അതല്ല വീണ്ടും കുറച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർ കിടന്ന് കുരയ്ക്കട്ടെ എന്ന് വിചാരിക്കണം. അതിനൊന്ന് റിപ്ലൈ കൊടുക്കേണ്ട ഒരാവശ്യമില്ല. ആദ്യം പ്രൊഫൈൽ ഇട്,
പ്രൊഫൈൽ ഇട്ടിട്ട് തൻ്റെ ഇടത്തോടെ വന്നിന്ന് നെഗറ്റീവ് കമൻറ്റ് ഇടും. അപ്പോൾ അതിനുള്ള മറുപടി ഞങ്ങൾ തരാം. ഓക്കെ. ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഈ അക്ബർ രേണുസുതി ഇങ്ങനെ സംബോധന ചെയ്തതിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ഇടാം. ഞാൻ പറഞ്ഞല്ലോ, വീഡിയോ ഇടാന്ന് പറഞ്ഞാൽ എനിക്ക് ക്ലാരിറ്റി ഉണ്ടാവേണ്ട കാര്യം ഉണ്ടായിരുന്നു. ഒന്ന്, ഇവളാണ് ആദ്യം വേട്ടപ്പെട്ടി എന്ന് വിളിച്ചതിന് ശേഷം, വേട്ടപ്പെട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഞാൻ പറയുന്നത് വേട്ടപ്പെട്ടി എന്ന് അവനെ വിളിക്കേണ്ട കാര്യമില്ല, അതിനെക്കാട്ടി താന്നെയാണ് അവനെ വിളിക്കേണ്ടത്. വേട്ടപ്പെട്ടിയൊക്കെ എന്താ മാന്യമായ നല്ല അന്തസ്സായ വാക്കാണ്. വേട്ടയാടി പിടിക്കുക എന്നാണ് വേട്ടപ്പെട്ടിയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവൾ എന്നിട്ടും അത്രയും മാന്യത അവളവിടെ കാണിച്ച്. അതൊക്കെ മനസ്സിലാക്കണം നിങ്ങൾ. ഒരു പെണ്ണല്ലേ, ഈ പെണ്ണുങ്ങൾ തന്നെയാണ് പെണ്ണുങ്ങൾക്ക് ശത്രുക്കളായിട്ട് നിൽക്കുന്നത് പുറത്തൊക്കെ. അപ്പോൾ അവളുമാരൊക്കെ എന്തുമാത്രം കിടന്നു ആ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നതിന് മുമ്പ് നീ നിൻ്റെ ലൈഫിലോട്ടൊന്ന് ഇറങ്ങിച്ചെല്ലണം. എനിക്ക് അതിനുള്ള അർഹതയുണ്ട് ആ കൊച്ചിനെ അങ്ങനെ പറയുന്നത്. അവൾ എന്തോ കാണിച്ചെന്നാ നിങ്ങൾ ഈ പറയുന്ന? ഞങ്ങളുടെയൊക്കെ കണ്ണിൽ ഏറ്റവും കൂടുതൽ മോശം എന്ന് പറയുന്നത് നമ്മൾ താറ്റി കൊടുക്കുന്നത് മറ്റുള്ള പണിക്ക് പോകുന്നവളുമാരെയാണ്. എന്തായാലും അവൾ അന്തസ് വിട്ടുള്ള ഒരു പരിപാടിക്കും രേണുസുതി ഈ നിമിഷം വരെ പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ കൊണ്ട് ഒക്കുന്ന കാലം വരെ അവൾക്ക് സപ്പോർട്ടായിട്ട് ഞങ്ങൾ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ രണ്ടിന് പോകാൻ മുട്ടി നിൽക്കുന്ന മുട്ടനാടിൻ്റെ മൂഞ്ചിയുള്ള അക്ബർ ചേട്ടാ, നീ അവിടെ കിടന്ന് പൊളിക്ക്, ഞങ്ങൾ പുറത്തും കിടന്ന് പൊളിക്കാം. ഓക്കെ. അതാണ് ആ പെണ്ണനും കുറച്ചൊക്കെ അങ്ങ് ഒതുങ്ങ്. കയ്യിൽ ഈ നമ്മളെ കുറവ് ഭയങ്കര കുറവാണ് നമുക്കുള്ളത്, ഒരുപാട് കുറവുണ്ട്. ആ കുറഞ്ഞവരൊക്കെയാണ് മറ്റുള്ളവരെ കയറി അള്ളാൻ ചെല്ലുന്നത്. അപ്പോൾ എൻ്റെ പ്രിയ സുഹൃത്തുക്കളോട് ഞാൻ പറയാനുള്ളത്, നമ്മൾ കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് രേണുവിൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. എന്ത് ചെയ്താലും ഏത് ചെയ്താലും നമ്മളുടെ ഓരോ വോട്ടും രേണുസുതിക്ക് മാത്രമായിരിക്കണം. നമ്മുടെ ഫ്രണ്ട്സുകൾക്ക് നമ്മളിത് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മളിപ്പോൾ ഇതൊന്നും പറയാതെ തന്നെ രേണുവിന് ഇഷ്ടപ്പെട്ട് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എൻ്റെ കമൻറ്റ് ഇടുന്ന വീഡിയോയുടെ താഴെ കമൻറ്റ് നോക്കിയാൽ മതി, രേണുവിന് ഞങ്ങൾക്ക് ഇഷ്ടമല്ലായിരുന്നു, പിന്നെ ഇന്നലത്തെ ആ ഒരു സംഭവത്തോടു കൂടി അവരുടെ അടുത്തൊരു സോഫ്റ്റ് കോർണർ തോന്നിയിട്ടുണ്ടെന്നും പറഞ്ഞു. ഈ അക്ബർ എന്ന് പറയുന്നൊരു പാട്ടുകാരനായതുകൊണ്ട് അവൻ്റെ അടുത്ത് നമുക്കൊരു ബഹുമാനമൊക്കെ ഉണ്ടായിരുന്നു, അത് പോയി കിട്ടിയെന്ന് പറഞ്ഞു. അവരുടെ കുഴി അവർ തന്നെ തോണ്ടട്ടെ. പക്ഷേ ഒരിക്കലും അംഗീകരിച്ച് കൊടുക്കാൻ പറ്റില്ല. രേണുസുതി എന്നല്ല, വേറെ ഒരു പെണ്ണിനെയും ഇത്ര മോശമായ രീതിയിൽ സംബോധന ചെയ്യാൻ പാടില്ല. ഇതിന് ശക്തമായിട്ട് ഒരു റിപ്ലൈ ഉണ്ടായിരിക്കണം. ലാലേട്ടൻ വന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. പരസ്യമായിട്ട് അവനെ കൊണ്ട് മാപ്പ് പറയിക്കണം. ഇത് പ്രശ്നം വഷളാവും എന്നൊരു ചെറിയ ഇത് വന്നപ്പോഴത്തേക്ക് അവൻ വന്ന് മൈക്കിൽ കൂടെ ക്യാമറയുടെ മുമ്പിൽ നിന്ന് കുറേ അഭിനയമൊക്കെ കാണിച്ച് അത് അംഗീകരിക്കുന്നില്ല. ഒരു പെണ്ണിനെ അത്ര ആൾക്കാരെ മുമ്പിൽ വെച്ച് സെപ്റ്റിക് ടാങ്ക് എന്നും പറഞ്ഞ് സംബോധന ചെയ്യുമ്പോൾ അവരുടെ മനസ്സിനകത്തുണ്ടായിട്ടുള്ള ആ വികാരം എന്താണെന്നുള്ളത് ആദ്യം ചിന്തിക്കണം. അവൻ്റെ മാപ്പ് പറച്ചിൽ ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. ലാലേട്ടൻ വന്ന് ഇതിനൊരു റിയാക്ഷൻ എടുത്തേ പറ്റൂ. എന്തായാലും കൊള്ളാം. ഒരു രേണുസുതി എന്ന് പറഞ്ഞ ഒരു പെണ്ണിനെ എടുത്തിട്ട് ഇങ്ങനെ കാശുണ്ടാക്കുന്ന ആൾക്കാർ. ഇന്നലെ അതിൽ വേറൊരു വീഡിയോ ഇട്ടിരിക്കുന്നു. ഒരു 6-7 മാസമായിട്ടും രേണുസുതി എന്ന് പറഞ്ഞ പേര് തന്നെ ഇങ്ങനെ തരംഗമായി നിൽക്കുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞു. ആ വീഡിയോ ഞാൻ ഫുള്ള് കണ്ടില്ല. അത് കണ്ടിട്ട് അതിനൊരു റിയാക്ഷൻ വീഡിയോ ഉടനെ വരുന്നുണ്ട്. ഓക്കെ. എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, അവൾ തരംഗമായിട്ട് നിൽക്കുന്ന നിന്നെപ്പോലുള്ള ചെറിയന്മാരുള്ളത് കൊണ്ട് തന്നെ വിട്ട് കളയുന്നില്ലല്ലോ. അവിടെയും കുത്തി ഇവിടെയും കുത്തി. അവൾ തുമ്മിയപ്പോൾ ഏത് സൗണ്ട് ഉണ്ടായി, അവൾ ബാത്റൂമിൽ പോയപ്പോൾ എന്താ സൗണ്ട് ഉണ്ടാക്കിയത് എന്നും നോക്കി ഇങ്ങനെ ഉറ്റുനോക്കി ഇരിക്കുന്ന നീയൊക്കെ ഉള്ളിടത്തോളം കാലം അവൾ ഈ മീഡിയയിൽ നിറഞ്ഞു തന്നെ നിൽക്കും. ഓക്കെ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഞാൻ വീണ്ടും പറയുന്നു, എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യുക. ഓക്കെ. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും താങ്ക്സ്.